ഇന്ന് സമൂസയാണ് തയ്യാറാക്കുന്നത്. ഞാൻ ആദ്യമേ പറയുകയാണ്, യഥാർത്ഥ സമൂസ ഇങ്ങനെയല്ല തയ്യാറാക്കുന്നത്. ഇത് എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇന്നുണ്ടാക്കുന്നത്. എൻ്റെ മോന് ഏറ്റവും ഇഷ്ടമുള്ളതും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതുമായ ഒരു പലഹാരമാണ് സമൂസ. അതിനായിട്ട് ഞാനൊരു എളുപ്പമാർഗ്ഗം കണ്ടുപിടിച്ചു. എനിക്കും കൂടെ കഴിക്കത്തക്ക രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം, ആ ഒരു രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുക. ഒപ്പം കുറച്ച് കിഴങ്ങും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞതും ഉണ്ട്. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കണം. നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഞാൻ ആദ്യം അതിനകത്ത് ഇടുകയാണ്. പിന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് സമൂസ ഷീറ്റ് ഞാൻ സ്ഥിരമായി വാങ്ങിക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് പേര് നന്നായിട്ട് സമൂസ ഉണ്ടാക്കുന്നവരും നന്നായിട്ട് പലഹാരങ്ങൾ അല്ലെങ്കിൽ ഫുഡ് പാകം ചെയ്യുന്നവരും ഒക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. ഇതിങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ ഇതിൽ പറയുന്നത്, ഞാൻ നിങ്ങളെ സമൂസ ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയല്ല. ഞാൻ സമൂസ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്തു, അത്രമാത്രം. അപ്പം പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. കാരണം ഞാൻ സമൂസ കഴിക്കില്ല. അപ്പോൾ പിന്നെ ഇത് ഞാൻ നന്നായിട്ട് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ എന്ന് മാത്രം. ഇതെല്ലാം കൂടി നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഈ ചട്ടിയിലേക്കിട്ട് കുറച്ച് ഉപ്പ് ഒഴിച്ചെന്ന് വഴറ്റിയാൽ മതിയാവും. ഇതിന് പ്രത്യേകിച്ച് നിബന്ധനകൾ ഇങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. പിന്നീട് അതിലേക്ക് ഞാൻ വളരെ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എല്ലാം ഞാൻ കുറച്ചെടുക്കുന്നത് മോനുള്ളത് കൊണ്ടാണ്. എന്നിട്ട് വളരെ കുറച്ച് മാത്രം ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുവാണ്. പിന്നെ ചിക്കൻ മസാലയും അതും വളരെ കുറച്ച് മാത്രം. കാരണം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാളയൊക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മാത്രം എടുത്താൽ മതിയാകും. എന്നിട്ട് ചൂടുവെള്ളമോ പച്ചവെള്ളമോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ അംഗങ്ങൾ കൂടുതലുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി കിഴങ്ങും സാധനങ്ങളൊക്കെ എടുത്താൽ മതിയാവും. എന്നിട്ട് എണ്ണ തിളപ്പിച്ചു. അപ്പോൾ ഞാൻ ഈ സമൂസ ഷീറ്റിലേക്ക് ഇത് നിറയ്ക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല, അതുകൊണ്ട് അത് ഇല്ല. അപ്പം നിങ്ങൾ സമൂസ ഷീറ്റ് മടക്കി അതിലേക്ക് ഇത് നിറച്ചിട്ട് എണ്ണയിലേക്ക് വറുത്ത് കോരി എടുത്താൽ മതിയാവും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് സമൂസ. ഇഷ്ടമുള്ളവർക്ക് ചൂടോടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുണ്ടാക്കുമ്പോൾ ഭയങ്കര ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, ടാറ്റാ.